ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിൽ ഒരിക്കലും ദഹിക്കാത്ത ഒരു വംശഹത്യയുടെ അനുഭവമാണ് കാൽനൂറ്റാണ്ട് പ്രായമാകുന്നത്. 2002 ഗുജറാത്തിൽ ഒരു ചെറിയ കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട് ഇന്നും അവസാനിക്കാത്ത അക്രമ പരമ്പരകളുടെ പ്രഭവകേന്ദ്രമായി മാറിയ ഒന്നാണ് ഗുജറാത്ത് വംശഹത്യ അനുഭവം. കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോഴും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് അതേൽപ്പിച്ച മുറിവ് ഇന്നും ചോരയൊലിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. മാസങ്ങളോളം നീണ്ട വളരെ കലുഷിതമായ പ്രശ്നങ്ങളിൽ ഏറ്റവും താഴേക്കിടയിൽ ഇടപെട്ട ചില വ്യക്തികളെ മാത്രം ശിക്ഷിക്കുകയും നീതിന്യായ വ്യവസ്ഥയുടെ എല്ലാ തലങ്ങളിലും വലിയ തോതിൽ അട്ടിമറിക്കപ്പെട്ട ഒന്നായി നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായി ഗുജറാത്തും ഇന്ത്യയും മാറിയ അനുഭവം കൂടിയാണ് ഗുജറാത്ത് കലാപം. 25 വർഷം പിന്നിടുന്ന ഗുജറാത്തിൻ്റെ കലാപങ്ങളുടെ ഓർമ്മകളിലേക്ക് കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ എങ്ങനെയാണ് ആ അനുഭവത്തെയും അത് ഇന്ത്യയുടെ മതേതര സംസ്കാരത്തിന് ഏൽപ്പിച്ച ആഘാതത്തെയും വിലയിരുത്തുകയാണ് നമ്മൾ ഈ 1 മണിക്കൂറിലൂടെ. ഇതേക്കുറിച്ച് ആദ്യം പ്രാരംഭമായി NS മാധവൻ സാർ സംസാരിക്കും. തുടർന്ന് സദസ്യരുടെ ചോദ്യങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ട് ഈ സെഷൻ പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. NS മാധവൻ സാറിനെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 22 ഏതാണ്ട് കാൽനൂറ്റാണ്ട് മുമ്പ് 2002 23 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന ദിവസമാണ് ഗുജറാത്തിലെ വംശകലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അതിന് പറഞ്ഞ കാരണം അയോധ്യയിൽ നിന്ന് തിരിച്ചു വന്ന കുറേ രാമഭക്തർ സഞ്ചരിച്ചിരുന്ന ഒരു തീവണ്ടി ഒരു ബോഗിക്ക് തീയിടുക, അതിൻ്റെ ഫലമായി 59 പേര് വെന്തു മരിക്കുകയും ചെയ്തു. ആ തീയിട്ടത് ഒരു സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ ഗോത്രയിൽ താമസിച്ചിരുന്ന, തീവണ്ടി കടന്നുപോയിരുന്ന ഭാഗത്ത് താമസിച്ചിരുന്ന മുസ്ലിം വിഭാഗങ്ങളാണ് എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ട വംശകലാപത്തിൽ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഔദ്യോഗിക കണക്കനുസരിച്ച് ഏതാണ്ട് 1000-ൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടു. അനൗദ്യോഗിക കണക്കും ഈ മനുഷ്യാവകാശ സംഘടനകളും എല്ലാം ഈ സംഖ്യയ്ക്കും വളരെയധികം കൂടുതലായിട്ടാണ് ഗുജറാത്ത് കൊലയുടെ ഇത് ആകെ മൊത്തം നാശവിനാശങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെ കാലങ്ങളായിട്ട് ഏതാണ്ട് ഒരു 10-90 വർഷങ്ങളായിട്ട് ഫാസിസ്റ്റ് ശക്തികൾ രൂപപ്പെടുത്തിയ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൻ്റെ അകത്ത് ഒരു വംശകലാപത്തെ, ഒരു വർഗീയ കലാപത്തെ എങ്ങനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാം, എങ്ങനെ രാഷ്ട്രീയപരമായി തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാം എന്നതിന് ഒരു കൃത്യമായ ടെംപ്ലേറ്റ്, ഒരു കൃത്യമായ ചട്ടക്കൂട് ഫാസിസ്റ്റ് ശക്തികൾ വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഇതിൻ്റെ ഉദാഹരണം 1938 പാരീസിൽ വച്ച് ഒരു ജർമ്മൻ
സ്ഥാനപതി കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥനെ ഒരു 17 വയസ്സുള്ള ജൂതപ്പയ്യൻ വെടിവെച്ച് കൊന്നു എന്ന വാർത്ത, ഈ വാർത്ത മ്യൂണിക്കിൽ, ജർമ്മനിയിലെ ഒരു നഗരമായ മ്യൂണിക്കിൽ നാസികളുടെ സമ്മേളനത്തിൽ വച്ച് ടെലിഗ്രാം മുഖേന ഹിറ്റ്ലർ അറിയുകയാണ്. അപ്പോൾ ഉടനെ ഹിറ്റ്ലറുടെ പ്രചാരകനായ ഗീബൽസുമായിട്ട് ചർച്ച നടത്തി. ഈ ചർച്ചയുടെ ഫലമായിട്ട് അവർ അവിടെ കൂടിയിരുന്ന നാസി പട്ടാളത്തെ, നാസിയുടെ ജനകീയ സന്നദ്ധ സേവകരെ അഭിസംബോധന ചെയ്ത് ഇതിനെ സ്വാഭാവികമായിട്ടുള്ള കലാപങ്ങൾ രാജ്യം മുഴുവൻ ഉണ്ടാക്കാനുള്ള ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് 4000-ഓളം സിനഗോഗുകൾ, ജൂതപ്പള്ളികൾ കത്തിനശിച്ചു, ജൂതന്മാരുടെ വീടുകൾ കത്തിനശിച്ചു. ഈ സംഭവത്തെ ഇത് ക്രിസ്റ്റൽ നാട്ട് എന്ന പേരിലാണ് ജർമ്മൻ ഭാഷയിൽ പറയുന്നത്, ഉടഞ്ഞ കണ്ണാടികളുടെ ദിവസം. അത്രയധികം കണ്ണാടികൾ, കോടിക്കണക്കിന് ജനൽ ചില്ലുകൾ തകർന്നു വീണു. ആ സമയത്ത് ജർമ്മൻ പോലീസുകാരായ ഗെസ്റ്റപ്പോ ഒരു മെസ്സേജ്, ഒരു സന്ദേശം ജർമ്മനിയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു. ഇനി 2 ദിവസം ഇവിടെ ജൂതപ്പള്ളികൾ മുഴുവൻ ആക്രമിക്കാൻ പോവുകയാണ്, നിങ്ങൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇതാണ്, ഈ സംഭവത്തോടു കൂടിയാണ് ജൂതനെ അപരവൽക്കരിക്കുകയും കടുത്ത ജൂതവിരുദ്ധ വികാരം ജർമ്മനിയിലുണ്ടാകുകയും അന്ന് നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണമുണ്ടായിരുന്ന ഹിറ്റ്ലർക്ക് ഭരണത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയും ചെയ്തു. 1983 ഇതേ സംഭവം തന്നെ ശ്രീലങ്കയിൽ ആവർത്തിച്ചു. ഒരു 13 ശ്രീലങ്കൻ പട്ടാളക്കാരെ, LTTE-കാര്, ഈ തമിഴ് ടൈഗേഴ്സ് വെടിവെച്ച് കൊന്നു എന്നതിൻ്റെ പേരിൽ ശ്രീലങ്ക മുഴുവൻ തമിഴന്മാർക്കെതിരായിട്ടുള്ള അക്രമം അഴിച്ചുവിടുകയും അതിനുശേഷം പോലീസ് നിശബ്ദരായി നോക്കി നിൽക്കുകയും വേണ്ടത്ര ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ, വേണ്ടത്ര വിഭജനം സമൂഹത്തിൽ ഉണ്ടായി എന്ന് ഉറച്ചു കഴിഞ്ഞപ്പോൾ ഈ സമരം നിർത്തുകയും തൊട്ടടുത്ത് വന്ന തെരഞ്ഞെടുപ്പിൽ ജയവർദ്ധന വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു. ഇതിൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പാണ് 1984 നമ്മൾ ഡൽഹിയിൽ കണ്ടത്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ഇന്ദിരാഗാന്ധിയെ കൊന്നത് അവരുടെ അംഗരക്ഷകനായ സിഖ് മതക്കാരനാണ്. ദീർഘകാലമായിട്ട് ഇന്ത്യയിൽ സിഖുകളും ഹിന്ദുക്കളും ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. സിഖുകൾ വളരെ പരിമിതമായിട്ടുള്ള ജനസംഖ്യയുടെ 2% കൂടിനേക്കാൾ കൂടുതൽ അംഗസംഖ്യയില്ലാത്ത വളരെ ചെറിയ സമൂഹമാണ്. അവരെ ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ തുടങ്ങി സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എന്നിട്ടും സിഖ് വിരുദ്ധ വികാരം വൻപിച്ച രീതിയിൽ ആളിക്കത്തിച്ച് അതൊരു സ്വാഭാവിക പ്രതിഷേധമാണെന്ന് കാണിച്ച് ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിക്ക് വെടിയേൽക്കുന്നത്. നവംബർ 1, നവംബർ 2, നവംബർ 3 ആ കലാപം. അതിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. അതിശക്തമായ സിഖ് വിരുദ്ധ വികാരമുണ്ടായി എന്നതിനേക്കാൾ പ്രധാനം അതിശക്തമായ ഹിന്ദുത്വ വികാരമുണ്ടായി. ഈ ഹിന്ദുത്വ വികാരത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഹിന്ദുത്വത്തെ പറഞ്ഞു നടക്കുന്ന BJP-ക്കാർക്ക് അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 2 സീറ്റ് മാത്രമാണ്.
കാരണം പരിപൂർണമായിട്ട് BJP-യിലെ ഹിന്ദുത്വ ആശയം കൊണ്ടു നടക്കുന്ന ആ ആശയം പരിപൂർണമായിട്ട് കോൺഗ്രസ് ഏറ്റെടുക്കുകയും ഈ ഒരു ടെംപ്ലേറ്റ് നടപ്പിലാക്കുകയും ചെയ്തു. അതായത് 2-3 ദിവസം ഒരു ലക്കും ലഗാനുമില്ലാത്ത കൂട്ടക്കൊലകൾ നടത്തുക, അതിനിടയിൽ ശക്തമായി സമൂഹത്തെ പിളർത്തുക, അതും ഇതുവരെ അപരവൽക്കരിക്കാത്ത ചെറിയ ഇന്ത്യയുടെ ജനസംഖ്യയിൽ വളരെ ചെറിയ ഒരു സമുദായത്തിനെതിരായി വികാരമുണർത്തി ഭൂരിപക്ഷ സമുദായത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ആശയങ്ങളും സ്വയം ഏറ്റെടുത്തതിന് ശേഷം ആണ് രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് 400 ചില്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ഭരണകക്ഷിക്കും കിട്ടാത്ത രീതിയിലുള്ള വലിയ ഭൂരിപക്ഷം ലഭിച്ചു. ഇതൊരു കേന്ദ്രീകൃത സന്ദേശം ഇന്ത്യ മുഴുവൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജർമ്മനിയിലെ ഗെസ്റ്റപ്പോ പോലീസിൻ്റെ മേധാവി പോലീസ് സ്റ്റേഷനുകൾക്കെല്ലാം അടിച്ച കമ്പി പോലെ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നതുപോലെ വളരെ കേന്ദ്രീകൃതമായിട്ട് സിഖുകൾക്കെതിരായിട്ടുള്ള വികാരം നാട് മുഴുവൻ പരത്തണമെന്ന് എവിടെയോ നിന്ന് ഒരു കേന്ദ്രീകൃത സന്ദേശം പോയിട്ടുണ്ട്. ഇത് പറയാനുള്ള കാരണം ഞാനൊരു എറണാകുളംകാരനായതുകൊണ്ടാണ്. എറണാകുളത്ത് ആപ്പാടെ 8-10 സിഖ് ഫാമിലികളേ ഉള്ളൂ. മിക്കവാറും എല്ലാവരും ഓട്ടോമൊബൈൽ പാർട്സിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. അവർക്ക് പനമ്പള്ളി നഗറിൽ ഒരു ഗുരുദ്വാരയുണ്ട്. ഈ ഗുരുദ്വാര തകർക്കപ്പെട്ടു. കേരളത്തിൽ കൊച്ചിയിൽ സിഖ് കലാപത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗുരുദ്വാര തകർക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? എവിടെ നിന്നാണ് ഈ സന്ദേശം വന്നിട്ടുള്ളത്? കേരളത്തിൽ നമുക്ക് എന്താ സർദാർജി ഫലിതങ്ങൾക്കപ്പുറം നമുക്ക് എന്താണ് സർദാർജിമാരെ പറ്റി അറിയാവുന്നത്, സിഖുകളെ പറ്റി അറിയാവുന്നത്? ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എല്ലായിടത്തും നിന്നുപോലെ കേരളത്തിലും ഫലമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വാർപ്പ് മാതൃക മുൻപിലുള്ളപ്പോഴാണ് അതുപോലെ തന്നെയാണ് ഗുജറാത്തും ആവർത്തിച്ചത്. ഒരു സംഭവം ആ സംഭവത്തിനോട് സ്വാഭാവികമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിക്രിയ, അതിനുശേഷം 2 ദിവസമോ 3 ദിവസമോ നിയമവ്യവസ്ഥ കണ്ണും മൂടി നിശബ്ദമായിരിക്കുക, സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുക, ആയിരക്കണക്കിന് ആളുകൾ കൊലപ്പെടുക, സ്വത്തും സ്ത്രീകളെ അവമാനിക്കുന്ന സംഭവങ്ങളും യഥേഷ്ടം നടക്കുക. അതിനുശേഷം എന്താ നടന്നത്? ഇത് നടന്ന് ഫെബ്രുവരിയിലാണ്. ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വളരെ കുറച്ചായിരുന്നു. ആടിക്കൊണ്ടിരുന്ന ഒരു നിയമസഭയിലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി. എന്നാൽ ഡിസംബർ 2002 തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ BJP 180 സീറ്റുകൾ, 180 ചില്ലാനം സീറ്റുകളിൽ 127 സീറ്റ് വാങ്ങി. എങ്ങനെ കോൺഗ്രസ് 1984 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയോ അതിനോട് സമാനമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഗുജറാത്ത് സംഭവത്തെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് കലാപങ്ങളെ ഉപയോഗിക്കുന്ന ഫാസിസ്റ്റ് കാലം മുതൽക്ക്, ഹിറ്റ്ലറുടെ കാലം മുതൽക്ക് നിലവിലിരിക്കുന്ന ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് അത് ഇനിയും സംഭവിക്കാവുന്നതാണ്. അതിനെതിരായി നാം ജാഗരൂകരാകണം എന്നാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. മധവൻ സാർ, അതിനോടനുബന്ധിച്ചൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അവിടെ സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന 2 പ്രമുഖ നേതാക്കളാണ് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും ഒപ്പം അമിത് ഷായും. ഗുജറാത്ത് കലാപത്തിൻ്റെ
ട്രയലുകളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ നരോദയ പാട്യ ഉൾപ്പെടെ ഗുൽബർഗ ഉൾപ്പെടെയുള്ള ഒറ്റപ്പെട്ട ഈ കൂട്ടക്കൊലകളിൽ ഏറ്റവും തീവ്രമായി കൊലകളുണ്ടായ പ്രദേശങ്ങളിലൊക്കെ പോലീസിൻ്റെ സാന്നിധ്യം, പോലീസ് ക്യാമ്പുകൾ പോലും ഇതിന് തൊട്ടടുത്ത് ഉണ്ടായിരുന്നു. അവിടെയുള്ള പല പോലീസുകാരും ഇതിനെ ഒന്നുകിൽ അവഗണിക്കുകയോ ഒത്താശ ചെയ്യുകയോ, പലയിടത്തും ആരോപിക്കപ്പെടുന്നത് മൃതദേഹങ്ങൾ കത്തിച്ചു കളയാൻ പോലീസുകാർ വന്ന് സഹായിച്ചു എന്ന് പോലും ഈ ട്രയലിനിടയിൽ പലപ്പോഴും രേഖകളിൽ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ അധികാരത്തിൻ്റെ പിന്തുണ ഈ കലാപത്തിന് ഉണ്ടായിരുന്നു എന്ന് പല രേഖകളിൽ വന്നുവെങ്കിലും, പല നിയമ നടപടികളിൽ പുറത്തേക്ക് വന്നുവെങ്കിലും, ഇതിൻ്റെ ആസൂത്രകരെന്ന്, മരണത്തിൻ്റെ വ്യാപാരികളെന്ന് വിളിക്കപ്പെടുന്ന നരേന്ദ്രമോദിയും അമിത് ഷായും ഇന്നും ഈ വിഷയത്തിൻ്റെ പേരിൽ അവർക്ക് ഒരു ശിക്ഷയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. മറിച്ച് ആത്മാർത്ഥമായി നിയമപാലനത്തിന് വേണ്ടി ശ്രമിച്ച സഞ്ജീവ് ഭട്ടിനെ പോലെയുള്ളവർ ഇന്നും തടവറക്കുള്ളിൽ കഴിയുകയാണ്. ഇത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ സത്യസന്ധതയെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് അങ്ങ് കരുതുന്നത്? ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം നേരത്തെ വിട്ടുപോയി. രണ്ട് വ്യത്യാസമുണ്ട് ഗുജറാത്ത് കലാപവും ഡൽഹി കലാപവും. ഡൽഹി കലാപത്തിൻ്റെ കാലത്ത് വാർത്താമാധ്യമങ്ങൾ ഇന്ന് സുശക്തരായിരുന്നില്ല, വളരെ പരിമിതമായിരുന്നു കവറേജ്. എന്നാൽ ഗുജറാത്ത് കലാപം ടി വികൾ, പ്രത്യേകിച്ച് ടി വി, NDTV തുടങ്ങിയ വാർത്താ ചാനലുകൾ വളരെ വിശാലമായ രീതിയിൽ ലോകം മുഴുവൻ പ്രക്ഷേപണം ചെയ്തു. ലോകം മുഴുവൻ കണ്ട ആദ്യത്തെ കലാപങ്ങളിലൊന്നാണ് ഗുജറാത്ത് കലാപം. അതിനുശേഷം USA, ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ പരിഷ്കൃത രാജ്യങ്ങൾ ഇന്ത്യയുടെ മുകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും അന്നത്തെ പ്രധാനമന്ത്രിയായ വാജ്പേയിക്ക് മോദിയോട് പറയേണ്ടി വന്നു രാജധർമ്മം പാലിക്കുക എന്ന്. പിന്നെ നടന്നത് കുറച്ചു കാലത്തേക്ക് നീതിന്യായ വ്യവസ്ഥ നിലവിൽ വന്നു എന്ന് നമ്മളെ തോന്നിച്ചുകൊണ്ട് അമിത്ഷാ അറസ്റ്റിലായി. അതിനുശേഷം ഈ കലാപത്തിൻ്റെ മൂലധനമായിട്ട് വലിയൊരു വിഭാഗം ജനതയുടെ പിന്തുണ ആർജിച്ചു. ഭരണം നീണ്ട കാലത്തേക്ക് തങ്ങളുടെ അടുത്തു നിന്ന് പോകുകയില്ല എന്ന ആത്മവിശ്വാസം BJPക്ക് കൈവന്നപ്പോൾ അവർ ജുഡീഷ്യറിയെ നിലയ്ക്ക് നിർത്തുന്നതിൽ വിജയിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഈ കേസുകളിലെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശ്രീകുമാർ, സഞ്ജീവ് ഭട്ട് തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഇതിൽ അറിയേണ്ട ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ കലാപം നടന്നത് അന്നത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി മോഡിയുടെ അറിവോട് കൂടിയാണോ അല്ലയോ, ഇത്രേ അറിയേണ്ടുള്ളൂ. ഇപ്പോൾ റിച്ചാർഡ് നിക്സൺ വാട്ടർഗേറ്റ് സ്കാൻഡലിൽ അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് പദവി നഷ്ടപ്പെടാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. വാട്ടർഗേറ്റ് ഹോട്ടൽ കുത്തി തുറന്ന് ഡെമോക്രറ്റുകളുടെ രഹസ്യം ചോർത്താൻ നടത്തിയ ഗൂഢാലോചനയുടെ അറിവ് നിക്സൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വലിയ തോതിലുള്ള വർഗീയ കലാപം, നരഹത്യകൾ നടത്തുന്നതിനെ ആസൂത്രണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവ് മോഡിക്കുണ്ടായിരുന്നോ എന്നുള്ള ഒറ്റ ചോദ്യത്തിനാണ് കോടതി ഉത്തരം തേടിയത്. അതില്ല എന്ന് സ്ഥാപിക്കാൻ ഭരണകക്ഷിക്കും BJPക്കും സാധിച്ചു. അതിന് പല കാര്യങ്ങളുമുണ്ട്. ഇത് വളരെ ഒന്നാമത്തെ കാര്യം, ഒരു വളരെ ഉന്നത സ്ഥാനീയരാണ്. അകത്തുള്ള ആരെങ്കിലും, വാട്ടർഗേറ്റിൽ സംഭവിച്ചാണ് അകത്തുള്ള ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ അകത്തുള്ള 2 പേർ സംസാരിച്ചെങ്കിലും അവരെ നിശബ്ദരാക്കുകയും കോടതി ഒരുപക്ഷെ കണ്ണടയ്ക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം
ഇവർക്ക് ഇതുമായിട്ട് നേരിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല, ഉണ്ടായിരുന്നു എന്ന് സംശയാതീതമായിട്ട് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഇത് നമ്മുടെ നീതി വ്യവസ്ഥയുടെ, നിയമവ്യവസ്ഥയുടെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മുടെ മാനവികതയുടെയും ഈ എത്തിക്സിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. രാജധർമ്മം പാലിക്കൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇവിടെ ഒരു ഭരണ പരാജയം നടന്നു എന്ന് തോന്നിയിരിക്കാം. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഭരണാധികാരികൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ശക്തമായിട്ട് ഇന്ത്യ മുഴുവൻ പിടിക്കത്തക്ക രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ വികാരം ഉത്പാദിപ്പിക്കുന്നതിൽ വിജയിപ്പിച്ച ഒരു കലാപം നടത്തിയതിൻ്റെ അഭിമാനത്തോടു കൂടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. ശ്രോതാക്കളിലേക്ക് മൈക്ക് കൈമാറുന്നതിന് മുൻപ് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണകോണിൽ കൂടി ഇതിനെ നോക്കിക്കാണാനായിട്ട് അങ്ങയുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു. അങ്ങോട്ട് സൂചിപ്പിച്ചു, ജർമ്മനിയിൽ നടന്ന വംശഹത്യയിൽ യൂതന്മാർ എന്ന ഒരു ഐഡന്റിറ്റിയിലേക്ക് ആളുകളെ ചുരുക്കി കണ്ടു. അങ്ങ് സൂചിപ്പിച്ച ഡൽഹി വംശഹത്യയിൽ സിഖുകാരെയാണ് മറുപക്ഷത്ത് കണ്ടത്. അങ്ങ് ഇവിടെ വീണ്ടും സൂചിപ്പിച്ച ശ്രീലങ്കയിൽ സിംഹളരും തമിഴരും തമ്മിലുള്ള ഒരു വംശീയ പ്രശ്നമാക്കി അതിനെ ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞു. വംശഹത്യയുടെ മറ്റൊരു അനുഭവം എടുത്താൽ 94 ആഫ്രിക്കയിലെ റുവാണ്ടയിൽ ടുട്ടു ഹുട്സി എന്ന 2 ട്രൈബുകൾ തമ്മിലുണ്ടായ കലാപം ഒരുപക്ഷെ വംശഹത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഡെൻസിറ്റി കൂടിയതാണ്. 100 ദിവസം കൊണ്ട് ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയിലെ 10% ആളുകളെ കൊലപ്പെടുത്തിയ അനുഭവമാണ്. ഒരു കുടുംബത്തിൽ പോലും 2 വംശത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം കൊലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ മനുഷ്യർ അവരുടെ അനുദിന ജീവിതത്തിൽ ഒരുമയോടെ കഴിയുന്ന മനുഷ്യർക്കിടയിൽ പെട്ടെന്ന് വംശീയ ചിന്ത രൂപപ്പെടുകയും അതുവരെയുള്ള അവരുടെ സാഹോദര്യത്തെ മറന്നുകൊണ്ട് മനുഷ്യർ മൃഗതുല്യമായി ഇത്തരം രാഷ്ട്രീയ നേട്ടങ്ങളുടെ ലാക്കാക്കി പ്രവർത്തിക്കുന്നവർക്ക് വശംവദരായി പോകുന്ന മനഃശാസ്ത്രം എന്താണെന്നാണ് അങ്ങ് കരുതുന്നത്? ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച ഈ ടുട്ടി ഹുസി വംശീയ കലാപത്തിൽ ഏതാണ്ട് 10 ലക്ഷം ആൾക്കാരൊക്കെയാണ് മരിക്കുന്നത്. അത് സമുദായത്തിന് എപ്പോഴും അഭ്യുന്നതിയില്ലെങ്കിൽ അതിന് കാരണം ഇപ്പം നമ്മൾ തന്നെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ തന്നെ നമുക്ക് വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഉള്ളിലേക്ക് നോക്കാതെ അതിൻ്റെ കാരണം പുറത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 200 വർഷത്തെ സംഘർഷത്തിൻ്റെ ചരിത്രമുള്ളതാണ് ഹിന്ദു സമുദായവും മുസ്ലിം സമുദായവും. ഇന്ത്യയിൽ അതിൻ്റെ പരിസമാപ്തി എന്ന് നാം കരുതിയത് 1947 മത അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വിഭജിച്ചപ്പോഴാണ്. ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ് ഗുജറാത്തിൽ നേടിയെടുത്തത്. എന്നാൽ അതിനൊക്കെ ഒരുപക്ഷെ കൂടുതൽ ആസൂത്രണം നടന്നിരിക്കുക പലരുടെ ഭൂരിഭാഗം തമിഴന്മാരോ മലയാളികളിലോ തെലുങ്കന്മാരോ കന്നഡികമാരോ ആരുടെയും ഭൂരിപക്ഷത്തിൻ്റെ ചിന്താഗതിയിൽ പോലും കടന്നു വരാത്ത സിഖ് സമുദായത്തെ അപരവൽക്കരിച്ചുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള ഒരു വലിയ കൃത്രിമമായ വികാരം ഉണ്ടാക്കുന്നതിലും വിജയിച്ചു. ഇത് അതിൻ്റെ അടിസ്ഥാന മനഃശാസ്ത്രം ഒരു അപരനില്ലെങ്കിൽ മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എങ്ങനെയുള്ള മനുഷ്യർക്ക്? അഭ്യുദയം ലഭിക്കാത്തവർക്ക്, പുരോഗതി കൈവിട്ട് നിന്നവർക്ക്. 2002 ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മൻമോഹൻ സിംഗിൻ്റെ
91 തൊട്ട് 2001 വരെയുള്ള കാലഘട്ടത്തിന് ശേഷം വലിയ പുരോഗതിയൊക്കെ രാജ്യം കൈവരിച്ചു എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് വാജ്പേയി ഭരണത്തിന് ശേഷം ഇന്ത്യയിൽ ആകെ മൊത്തം തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു. പല രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ലോകവും ഇന്ത്യയും നേരിടുന്നൊരു കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു അപരനിലേക്ക് എത്തി അത് മൂടി വയ്ക്കാം എന്നൊരു ചിന്താഗതി കൊണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് തന്നെ വലിയൊരു പ്രശ്നമാണ്. വികസനമില്ലാത്തത് എങ്ങനെ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കണം. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം തുടങ്ങി നിത്യജീവിതത്തിന് ആവശ്യമുള്ള വസ്തുക്കളുടെ വിലക്കയറ്റം തുടങ്ങി ജീവിതത്തെ പ്രതിദിനം അലട്ടുന്ന സംഗതികളെ എങ്ങനെ ജനങ്ങളിൽ നിന്ന് വലിയൊരു കാലഘട്ടത്തേക്ക് മറച്ചു വയ്ക്കാൻ ഈ വംശീയ ഹത്യകൾ സഹായിക്കുമെന്നുള്ള ഒരു മുൻകൂർ ചിന്ത കൂടിയുണ്ട്. മറ്റൊരു കാര്യം ഗുജറാത്തിനെ പറ്റി പറയാം. ഗുജറാത്തിൽ ദീർഘകാലം മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിരുന്നു. മുസ്ലിം സാമന്തന്മാർ ധാരാളമുണ്ടായിരുന്നു. ഗുജറാത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് തന്നെ ഒരു മുസ്ലിം പേരാണ്. അവിടെ ധാരാളമായിട്ട് റിയൽ എസ്റ്റേറ്റ് മുസ്ലിം ധനിക കുടുംബങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇതും ഈ വൻതോതിൽ നടന്ന ഈ അക്രമങ്ങൾക്ക് ശേഷം, കേരളത്തെ പോലെ അല്ല ഗുജറാത്ത്. കേരളത്തിൽ എല്ലാ സമുദായങ്ങളും ഒന്നിടവിട്ടുള്ള വീടുകളിൽ ഒരുമിച്ച് പാർക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ കൃത്യമായ മുസ്ലിം ഏരിയാസ്, ഹിന്ദു വിഭാഗങ്ങളുടെ സ്ഥലങ്ങൾ തുടങ്ങിയ വിഭജനമുണ്ട്. ആ വിഭജനം ഇല്ലാത്തയിടത്ത് വിഭജനം കൊണ്ടുവരികയും ധനികരായ അല്ലെങ്കിൽ കണ്ണായ ഈ മുസ്ലിം റിയൽ എസ്റ്റേറ്റ് ഈ കലാപത്തിലൂടെ കൈക്കലാക്കുന്നതിലൂടെയും ഈ കലാപകാരികൾ വിജയിച്ചു. അപ്പം അങ്ങനെ ഈ ചോദിച്ചതിന് പല കാരണങ്ങളുമുണ്ട്. ഇതൊരു വളരെ സങ്കീർണവും എന്നാൽ ഒറ്റനോട്ടത്തിൽ പലതവണ പരീക്ഷിക്കപ്പെട്ടതുമായ ഒരു വാർപ്പുരൂപമാണ് ഗുജറാത്തിൽ നമുക്ക് കാണാനിടയായത്. മാധവൻ സാർ ക്ഷമിക്കണം, സാർ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് വംശീയ കലാപം എന്ന് പറഞ്ഞു. ഒരു ന്യൂനപക്ഷ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള തികഞ്ഞ മാസ്റ്റർ പ്ലാനാണ് ഗുജറാത്ത് കലാപത്തിലുണ്ടായത്. അതിനെ വംശഹത്യ എന്ന് തന്നെ പറയണമെന്നാണ് ഒരു റിക്വസ്റ്റ്. വംശീയ കലാപം എന്ന് പറഞ്ഞത് സാറ് തിരുത്തണം എന്നൊരു സൂചനയുണ്ട്. രണ്ടാമത്തത് സാർ പറഞ്ഞു മാധ്യമങ്ങളുടെ സംഭാവനകൾ. ഞാൻ മുഖം മറയ്ക്കുന്നത് എന്തിന് എന്ന് ബിൽക്കീസ് ബാനുവിൻ്റെ പ്രശസ്തമായ ചോദ്യമുണ്ട്. 13 പേര് ബലാത്സംഗം ചെയ്തിട്ടും മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു, എൻ്റെ കൊച്ചുകുട്ടിയെ, എൻ്റെ കുഞ്ഞുമകളെ കാലിൽ പിടിച്ച് വലിച്ചെറിഞ്ഞ് തല പാറയിൽ അടിച്ചു കൊന്നു എന്നൊക്കെ പറയാൻ ധൈര്യം കാണിച്ച ബിൽക്കീസ് ബാനുവിനെ പോലെയുള്ള ആളുകളാണ് ഈ കലാപത്തെ പൊതുജന സമൂഹത്തിൽ കൊണ്ടുവന്നത്. അവരെ സ്മരിക്കുകയും അവരുടെ ധൈര്യത്തെ ശക്തിപ്പെടുത്തുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, മലയാളികൾക്ക് പ്രത്യേകിച്ച് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ഒരു ജനകീയ കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ. ആ കമ്മീഷന് മുൻപാകെ വളരെ രഹസ്യമായി അഭിപ്രായം പറഞ്ഞ ഈ വിശദവിവരങ്ങൾ രേഖപ്പെടുത്തിയ ഹരൺ പാണ്ഡ്യ എന്ന ഒരാളെ കലാപകാരികൾ കൊല്ലുകയുണ്ടായി. അത്തരം ആളുകൾ ഒരുപക്ഷെ നമ്മൾ സ്മരിക്കപ്പെടേണ്ടതുകൊണ്ട് അവരുടെ ധൈര്യം, അവരുടെ ഈ 11 പേരെ വീണ്ടും ജയിലിലേക്ക് വിടാൻ പാർലമെൻറ്റ് തുറക്കുന്ന ദിവസമാണ് അവരെ വീട്ടിൽ ജയിലിലേക്ക് വിടണമെന്നുള്ള കോടതി വിധിയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സാറ് ഒന്ന് വിശദീകരിച്ചു തന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുജറാത്ത് കലാപത്തിൽ മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിച്ചത്. കാരണം അതിനു മുമ്പ് നടന്ന ഡൽഹി കലാപം ഏതാണ്ട് തമസ്കൃതമായിരുന്നു. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന എമർജൻസി, അടിയന്തരാവസ്ഥ കാലഘട്ടം, ഈ കാലഘട്ടത്തിലെല്ലാം മാധ്യമങ്ങൾ ഏതാണ്ട് നിശബ്ദമായിരുന്നു. അതുകൊണ്ട് അതിന് പൊതുജനങ്ങളുടെ ഇടയിൽ ഉള്ള ശ്രദ്ധ
കിട്ടുന്നത് കലാപം കഴിഞ്ഞതിന് ശേഷമാണ് എന്തൊക്കെ നടന്നു. ഇപ്പോൾ എമർജൻസിയെക്കുറിച്ചുള്ള കൂടുതലുള്ള വിവരങ്ങൾ കിട്ടുന്നത് ഷാ കമ്മീഷൻ റിപ്പോർട്ടിന് മുമ്പിൽ ആളുകൾ മൊഴി കൊടുക്കുമ്പോഴാണ്. ഇത് തന്നെയാണ് ഈ 1984 84 റയറ്റ്സിന് ശേഷവും നടന്നത്. അതിനുള്ള ഒരു പ്രധാന കാരണം അന്നത്തെ കാലത്ത് TV ചാനലും ഉണ്ടായിരുന്നില്ല, ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നില്ല, ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നായിരുന്നു. എന്നാൽ ഗുജറാത്തിൽ ഈ ഹത്യ നടക്കുമ്പോൾ അത് ലോകം മുഴുവൻ അറിഞ്ഞു. ഇപ്പം ഇന്ന് എന്ത് നിലപാടെടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാം അദ്ദേഹത്തെ സംശയിക്കുന്നുണ്ടെങ്കിലും ഈ രാജ്ദീപ് സർദേശായി അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം കവലകളിലും റോഡുകളിലും എല്ലാം പോയി കലാപത്തിൽ എന്ത് നടന്നുവെന്ന് NDTVയിലൂടെ ലോകത്തെ മുഴുവൻ വിളിച്ചറിയിച്ചു. അതിൻ്റെ ഫലമായിട്ട് എല്ലാ എംബസികളിൽ നിന്നും സ്ഥാനപതികൾ സർക്കാരിനോട് ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത്, ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് എന്ന്. അത് ഒരുപക്ഷെ വാജ്പേയി സർക്കാരിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടാകും. ഇതാണ്. അപ്പം മാധ്യമങ്ങളുടെ കാര്യത്തിൽ ഗുജറാത്ത് കലാപം ഏതാണ്ട് അനാവൃതമായി പൂർണ്ണ രൂപത്തിൽ ലോകസമക്ഷം അവതരിപ്പിക്കപ്പെട്ടെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടായില്ല എന്ന് നമുക്ക് പിന്നീടുള്ള ചരിത്രം പഠിപ്പിക്കുന്നു. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് കുറ്റവാളികളെന്ന് കരുതപ്പെടുന്നവർ ഇന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൂടിയാണ്. അപ്പോൾ അതൊരു ഇപ്പോൾ 25 കൊല്ലമായിട്ട് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ കുറ്റവാളികളാണ് എന്ന് പറയുമ്പോൾ ഇതൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പറയാൻ കഴിയുന്നു? ഒന്ന്, പിന്നീട് നെരോദ പാട്ടിയ ഗുൽബർഗ കൂട്ടക്കൊലകളിൽ പോലീസ് നേരിട്ട് പങ്കെടുത്തതായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ള വിവരം. അക്കാര്യത്തിൽ കോടതി എന്താണ് തീരുമാനം എടുത്തതെന്നുള്ളത് അറിയാനുണ്ട്. മൂന്നാമതായിട്ട് അവർ ആത്മവിശ്വാസത്തോടു കൂടി ജുഡീഷ്യറിയെ നിശബ്ദമാക്കി എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി എങ്ങനെ ജുഡീഷ്യറിയെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന ഒരു പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. അടുത്തത്, പെട്ടെന്ന് വംശീയ ചിന്ത ഉണ്ടാകുകയെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതിനുശേഷം മാധവൻ സാർ അതിനെ തിരുത്തി 100 വർഷത്തെ വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രക്രിയ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തിരുത്തിയിട്ടുണ്ട്. അതേതായാലും അതൊരു ചോദ്യത്തിന് വക നൽകുന്നില്ല. പിന്നീട് ഈ ഗുജറാത്ത് വംശഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള തീവണ്ടി തീവെപ്പ് കേസ്, ആ കേസിനകത്ത് കോടതിയുടെ തീരുമാനം എന്തായിരുന്നു? അതാണല്ലോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അത് കുറച്ചുകൂടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ പെരുമ്പാവൂർ ഏരിയയിലെ ഒരംഗമാണ്. ഈ തീവണ്ടിയിൽ തീവച്ചു എന്നതാണ് കാരണം, അല്ലെങ്കിൽ പാരീസിൽ ഒരു സ്ഥാനപതി കാര്യാലയത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥനെ ഒരു ജൂത പയ്യൻ വെടിവെച്ച് കൊന്നു എന്നതാണ് കാരണം. ഇന്ദിരാഗാന്ധിയെ സിഖ് ഇത് ബോഡി ഗാർഡ് അംഗരക്ഷകൻ വെടിവെച്ച് കൊന്നു എന്നതാണ് കാരണം എന്നൊക്കെ നമുക്ക് എങ്ങനെ തർപ്പിച്ച് പറയാൻ സാധിക്കാം. അതിനുശേഷവും കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ? രാജീവ് ഗാന്ധിയെ തമിഴ് LTTക്കാർ, തമിഴ് പുലികൾ രാജീവ് ഗാന്ധിയെ വെടിവെച്ച് തകർത്ത് കൊന്നില്ലേ? എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ ലോകം മുഴുവൻ നടക്കുന്നു. അപ്പം ഇത്
കാരണം എന്ന് ഒന്നില്ല എന്നാണ് തോന്നുന്നത്. ഉള്ളത് അവസരമാണ്. ഫാസിസ്റ്റ് അജണ്ട നടപ്പിലാക്കാനുള്ള അവസരം കാത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന എന്തു കാര്യവും അതാക്കി മാറ്റും. അത് തന്നെയാണ് ജർമ്മനി സംഭവിച്ചത്. അത് തന്നെയാണ് 1984 ഡൽഹി സംഭവിച്ചതും 2002 ഗുജറാത്തിൽ സംഭവിച്ചതും റുവണ്ടയിലും ശ്രീലങ്കയിലും ഒക്കെ സംഭവിച്ചത്. ഒരു പർട്ടിക്കുലർ സംഭവം അതിനുശേഷം സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷൻ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ചരിത്രം ഏതായാലും പഠിപ്പിക്കുന്നില്ല. ഇതെല്ലാം നീറി പുകയുന്നു, അല്ലെങ്കിൽ മുൻകൂട്ടി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ വരുന്നതിന് മുമ്പാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നുകൂടി ഓർക്കുക. അധികാര കൈമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ അധികാരം പിടിച്ചു വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അവസരങ്ങൾ തപ്പുമ്പോൾ വീണ് കിട്ടുന്ന എന്തു കാര്യങ്ങളും ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് വഴിവച്ചേക്കാം. ഇത് തന്നെയാണ് ഇതിന് ശേഷവും, ഗുജറാത്തിന് ശേഷവും ഈ നയം BJP തുടരുകയുണ്ടായി. മുസഫർ നഗറിൽ ഒരു ഹിന്ദു പെൺകുട്ടിയും മുസ്ലിം യുവാവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ പേരിൽ നടന്ന കലാപത്തിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റേൺ UPയിൽ BJPക്ക് കടന്നു കയറി ചെല്ലാൻ പറ്റാത്ത വെസ്റ്റേൺ UPയിൽ ഏതാണ്ട് 3 തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് 8-10 പാർലമെൻറ്റ് സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചു. അപ്പോൾ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായത് അല്ലെങ്കിൽ രാജ്യവ്യാപകത്തിൽ നിന്ന് സംസ്ഥാന വ്യാപകമാക്കി ഈ കലാപങ്ങൾ അവിടെ നിന്ന് ഒരു ഏരിയയിലേക്ക് മാറി. ഇനി ഇത്തരം കലാപങ്ങൾ ഇപ്പോഴത്തെ അതിൻ്റെ പാറ്റേൺ അത് ഓരോരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടെ സ്പർദ്ധയുണ്ടാക്കി അതിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ള തന്ത്രം BJPയുടെ മാത്രം പേരല്ല പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളിലൊതിച്ച ഒരു ബുദ്ധിയായിട്ട് മാറിയിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം നിരവധി പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ക്രിസ്റ്റോഫി ജഫർലോട്ട് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഗുജറാത്ത് മാതൃക എന്താണെന്ന് 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, വർഗീയമായ ധ്രുവീകരണം. 2, ഭരണഘടനാ സ്ഥാപനങ്ങളെ കീഴ്പ്പെടുത്തൽ. 3, ചങ്ങാത്ത മുതലാളിത്തം. 4, പ്രൊപ്പഗാൻഡ. കഴിഞ്ഞ 10 വർഷം ഇന്ത്യ രാജ്യത്ത് ഈ ഗുജറാത്ത് മാതൃക വിജയകരമായി നടന്നതിന് ശേഷം അടുത്ത 5 വർഷത്തേക്ക് കൂടി വിജയകരമായി നടക്കുകയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ചോദ്യം. ഇത് ആ 4 ബിന്ദുക്കൾ വളരെ ശരിയാണ്. അതിൽ നിന്ന് എങ്ങനെ രാഷ്ട്രീയ കക്ഷികൾ അതിനെ പ്രതിരോധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അത് ജനങ്ങൾ അത് നേരിടാൻ സാധ്യമായത് എപ്പോഴും ചരിത്രം നോക്കുകയാണെങ്കിൽ നേരിടും. ഫ്രഞ്ച് റവല്യൂഷൻ തൊട്ടുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ അവ നേരിടും. 1930 തൊട്ട് 45 വരെ ഒരു ലോകമഹായുദ്ധം ഇല്ലാതെ ഫാസിസ്റ്റ് ഭരണാധികാരികൾ പുറത്തു പോയിട്ടില്ല. ഹിറ്റ്ലർ ആയാലും മുസോളിനി ആയാലും സ്വാഭാവിക മരണം കൊണ്ട് ജനറൽ ഫ്രാങ്കോ സ്പെയിനിൽ ഇല്ലാതായി എന്നൊഴിച്ച് ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അർദ്ധ ഫാസിസത്തിനെതിരായിട്ടുള്ള സമരത്തിൽ അത് വളരെ നീണ്ടതാണ്. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കരുതലുകളും നയങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇന്ന് നമുക്ക് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ടും പുറത്തു നിന്നുള്ളൊരാളെന്ന നിലയിലും എനിക്ക് തോന്നുന്ന അത്തരത്തിലൊന്നും ഉള്ളതായിട്ട് പ്രകടമായിട്ട് തോന്നുന്നില്ല. സബർമതി എക്സ്പ്രസിൻ്റെ S6 എന്ന കമ്പാർട്ട്മെൻറ്റ് കത്തിയതാണ്
ഈ ഗുജറാത്ത് വംശഹത്യയിലേക്ക് നടന്ന അക്രമങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കമായത്. അവിടെ തീ കത്തിയത് കമ്പാർട്ട്മെൻ്റ് അകത്തു നിന്ന് തന്നെയാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടുണ്ടായിരുന്നു. അതല്ല, പുറത്തു നിന്ന് തീപ്പന്ത എറിയുകയായിരുന്നു എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. പക്ഷേ ഈ ഫോറൻസിക് റിപ്പോർട്ടിന് എന്ത് പറ്റി? അത് കോടതി എന്തുകൊണ്ട് അത് അതിൻ്റെ ഗൗരവത്തോടെ കണ്ടില്ല എന്ന് സഹോദരൻ പറഞ്ഞു നന്നായി. ആ കേസിൻ്റെ അവസാനത്തെ വിധി വന്നിട്ടില്ല. ഇപ്പോഴും ഇത് ഗോദ്ര തീവെപ്പ് കേസിൽ നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് കോടതിയുടെ നൂലാമാലകൾ പെട്ടിരിക്കുകയാണോ എന്നറിയില്ല. ഇതിന് ആദ്യം കേട്ട കഥ പുറത്തുനിന്ന് ആൾക്കാർ തീവച്ചു എന്നുള്ളതാണ്. പിന്നെ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായപ്പോൾ ചക്രവർത്തി കമ്മീഷൻ വെച്ചു. ചക്രവർത്തി കമ്മീഷൻ്റെ നിഗമനം അകത്ത് സ്റ്റൗ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന്ന് തീ പടർന്നാണെന്നാണ്. ഏതായാലും വ്യക്തമായിട്ടുള്ള ഫോറൻസിക് തെളിവുകളോ ഇതിനെപ്പറ്റിയുള്ള നിഗമനങ്ങളോ ആയിട്ടുള്ള ഒരു പഠനവും വന്നിട്ടില്ല. ഇവിടെയും ജസ്റ്റിസ് 1984 സിഖ് കലാപത്തിൽ ആരും ശിക്ഷിക്കപ്പെട്ടില്ല. വളരെ ചെറിയ സംഖ്യ ആൾക്കാർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് തന്നെയാണ് ഗുജറാത്തിലെ ആ ഗോദ്രയിലെ തീവെപ്പ് കേസിലും, അല്ലെങ്കിൽ അവിടുത്തെ അതിലും വളരെ വലിയ നരഹത്യയുള്ള കാര്യത്തിലും വളരെ പതുക്കെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രവും എവിടെയും ഉപലബ്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചരിത്ര സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇനിയും ഇത് ആവർത്തിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതിന് എന്ത് പ്രതിരോധമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? നിർഭാഗ്യവശാൽ ഇനിയും ആവർത്തിക്കാൻ സാധ്യത വളരെയധികമുണ്ട്. അതിന് എന്ത് പ്രതിരോധം എന്നുള്ളത് ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ നേരിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങണം. അതിന് ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. 1970-കളിൽ തലശ്ശേരി കലാപം ഉണ്ടായപ്പോൾ അത് പിടിച്ചു നിർത്തിയത് അവിടുത്തെ ജനങ്ങളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രബുദ്ധത വളർത്തുക, അതിനെക്കുറിച്ച് ആൾക്കാരെ അവരുടെ ചേതന ജ്വലിപ്പിക്കുക, ഇതൊക്കെയാണ് ഒരു പൗരനെന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലോ നമ്മുടെയൊക്കെ ധർമ്മവും കർമ്മവും.